രാജോവാച ഭൂയോഹം ശ്രോതുമിച്ഛാമി രാമസ്യ അത്ഭുതകർമ്മണഃ അനന്തസ്യ അപ്രമേയസ്യേത് അന്യൽ കൃതവാൻ പ്രഭുഃ. ശ്രീശുക ഉവാച നരകസ്യ സഖാ കശ്ചിദ്വിദോ നാമ വാനര സുഗ്രീവസജീവസോധ ഭരാതാമൈന്ദസ്യ വീര്യവാൻ സഖ്യുസോപജിതിം കുറുവൻ വാനരുരാഷ്ട്രവിപ്ലവം പുരഗ്രാമാകരാൻ ഘോഷാനദഹൽവന്യമുത്സൃജൻ കോജിൽ സശൈലാനുൽപാട്യ തൈർദേശാൻ സമചൂർണയൽ ആനർത്താൻ സുതരാമേവ യത്രാസ്തമിത്ര ഹരി കോജിൽ സമുദ്രമധ്യസ്ഥോ ദൗർഭ്യം ക്ഷിപ്യതജ്ജലം ദേശാൻ നാഗായുധ പ്രാണുവേലാകുലാനമജ്ജയൽ ആശ്രമാനുഷി മുഖ്യാനം കൃത്വ ഭഗവനസ്പതി അദൂഷയച്ഛകന്മൂത്രൈരഗ്നീൻ വൈതാനികാൻ ഖലഃ പുരുഷാൻ യോഷിതോ ദൃപ്തഃ ക്ഷ്മാഭദ്രോണി ഗുഹാസു സഹ നിക്ഷിപ്യ ചാപ്യഥാച്ഛൈലൈഃ പേശസ്കാരിവ കീടകം ഏവം ദേശാൻ വിപ്രകുർവൻ ദൂഷയം സകുലസ്ത്രീയ ശ്രുത്വാസു ലളിതം ഗീതം ഗിരിം രൈവതകം യയൗ തത്രാപശ്യദ്യതുപതിം രാമം പുഷ്കരമാലിനം സുദർശിനീയ സർവാംഗം ലലനായൂധമധ്യകം ഗായന്തം വാരുണീം വിത്വമത വിഹ്വലലോചനം വിഭ്രാജമാനമപുഷ പ്രഭിന്നമിവ വാരണം ദുഷ്ടശാഖാമൃഗശാഖാമാരൂഢകമ്പയന്ദ്രുമാൻ ചക്രകിലകിലാ ശബ്ദമാത്മാനം സമ്പ്രദർശയൻ തസ്യ ധാർഷ്ട്യംഗപൈർവീക്ഷതരിണ്യുജാത ഹാസ്യപ്രിയാ വിജഹ സുഹുബലദേവ പരിഗ്രഹാः താ ഹേളയാമാസകഭിः ഭ്രൂക്ഷേപൈः സമ്മുഖാദിഭിः ദർശയൻ സുഗതം ദാസം രാമസ്യ നിരീക്ഷതഃ തം ഗ്രാവണാപ്രാഹരിൽ ക്രുദ്ധോ ബലപ്രഹരിതാംബരാം സവഞ്ചയിത്വ ഗ്രാവണമതിരാകലശം കഭിः ഗൃഹീത്വ ഹേളയാമാസ ധൂർത്തസ്ഥം ഗോപയൻ ഹസൻ നിർഭിദ്യകലശം ദുഷ്ടവാസാം സ്യാസ്ഫാലയദ്ബലം കദർത്ഥീകൃത്യ ബലബലവാൻ വിപ്രചക്രേ മതോദ്ധത തം തസ്യാ വിനയം ദൃഷ്ട്വദേശാംശ തതുപദ്രുതാൻ ക്രുദ്ധോ മുസലമാദത്തഹലം ചാരി ജിഘാംസയാ ദ്വിവിധോപി മഹാവീര്യഃ ശാലമുദ്യമ്യപാണിന അഭ്യേത്യ തരസാദേന ബലമൂർധന്യ അതാടയൽ തം തു സങ്കരിഷ്ണുമൂർധനിപതന്തമചലോ യഥാ പ്രതിജഗ്രാഹ ബലവാൻ സുനന്ദേനാഹനത്സതം മുസലാഹതമസ്തിഷ്കോ വിരേജ രക്തധാരയാ ഗിരിര്യഥാ ഗൈരികയാ പ്രഹാരം അനുചിന്തയൻ പുനരന്യം സമുൽക്ഷിപ്യ കൃത്വ നിഷ്പത്രമോജസ തേനാഹനൽ സുസംക്രുദ്ധസ്തം ബലശതഥാച്ഛിനൽ തതോന്യേനുഷാ ജഘ്നേതം ചാപി ശതഥാച്ഛിനൽ ഏവം യുദ്ധ്യൻ ഭഗവതാ ഭഗ്നേ ഭഗ്നേ പുനഃ പുനഃ ആകൃഷ്യ സർവതോ വൃക്ഷം നിർവൃക്ഷമകരോത്വനം തതോ മുഞ്ചിലാവൃഷം ബലസ്യോപരി അമരുഷിതഃ തൽസർവം ചൂർണയാമാസ ലീലയാ മുസലായുധ സ ബാഹൂതാലസങ്കാശമുഷ്ടീകൃത്തികപീശ്വര ആസാദ്യരോഹിണീപുത്രൻ താഭ്യമക്ഷസ്യ അരൂരുജൽ യാദവേന്ദ്രോപി തന്തോർഭ്യാം ത്യക്തുവാ മുസലലാംഗലെ ജത്രാവഭ്യർദ്ധൈർ ക്രുദ്ധഃ സോപതരുധിരമമൻ ചകമ്പേതേന പതതാ സടംഗസ്വനസ്പതി പർവ്വതകുരുശാർദുലവായുന നവരിവാംഭസി ജയശബ്ദോ നമശബ്ദഃ സാധു സാധ്വിതി ചാംബരെ സുരസിദ്ധമുനീന്ദ്രാണമാസിൽ കുസുമവരിഷിണ ഏവം നിഹത്യ ദ്വിവിധം ജഗദ്വേദികരാവഹം സംസ്തൂയമാനോ ഭഗവാൻ ജനൈഃ സ്വപുരമാവിശൽ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സപ്തഷഷ്ടിതമോധ്യായഃ. ശ്രീശുക ഉവാച ദുര്യോധനസുതാം രാജലക്ഷ്മണം സമിതിഞ്ജയ സ്വയംവരസ്ഥാമഹരസാംബോജ അംബവതിസുതഃ കൗരവാ കുപിത ഊജുഹു ദുർവിനീതോയമർഭക കദർത്ഥീകൃത്യ കന്യാമകാമഹരത് ബലാൽ ബദ്ധനീതേമം ദുർവിനീതം കിം കരിഷ്യന്തി കൃഷ്ണയാ യേ അസ്മൽ പ്രസാദോപജിതം ദത്താം നോ ഭുഞ്ചതേ മഹീം നിഗൃഹീതം സുതം ശ്രുത്വയദ്യ ഏഷ്യന്തിഹ വൃഷ്ണയാ ഭഗ്നദർപ്പാഹ ശമയാന്തി പ്രാണ ഇവ സുസംയതാഃ ഇതി കർണശലോ ഭൂരിഃ യജ്ഞകേതുസുയോധന സാംബമാരേഭിരേബദ്ധം ഗുരുവദ്ധാനുമോദിതാഃ ദൃഷ്ടുവാനുധാവത സാംബോധാർത്തരാഷ്ട്രൻ മഹാരഥ പ്രഗൃഹ്യ രുചിരം ചാപം തസ്ഥൗ സിംഹ ഇവൈകലഃ തം തേ ജിഘൃക്ഷവക്രുദ്ധാസ്തിഷ്ഠതിഷ്ഠേതി ഭാഷിണഃ ആസാദ്യധന്വിനോ ബാണൈഃ കർണാഗ്രിണി സമാഗിരൻ സോപവിദ്ധ ഗുരു ശ്രേഷ്ഠ ഗുരുഭിര്യതുനന്ദന നാമൃഷ്യതജിന്ത്യാർഭസിംഹക്ഷുദ്രമൃഗൈരിവ വിസ്ഫൂർജരുചിരം ചാപം സർവാൻ വിവ്യാധ സായകൈഃ കർണാദീൻ ഷഡ്രഥാൻ വീരാം സ്ഥാവദ്ഭിരുഗബൽ പൃഥക് ചതുർഭിസ്സതിർവാഹാനേകൈകേന ച സാരഥീൻ രഥീനശ്ച മഹേശ്വാസാംസ്തസ്യ തത്തേഭ്യഭൂജയൻ തം തു തേ വിരഥം ചക്രുഃ ചത്വാരശ്ചതുരോഹയാൻ. ശബ്ദാതിരൂപം ഭുവനം സമസ്തം. രമണ മഹർഷി പറഞ്ഞു, ഈ ഭുവനം മുഴുവനും നിങ്ങൾ അപഗ്രഥിച്ച് നോക്കിയാൽ, അനലൈസ് നോക്കിയാൽ, അഴിച്ചു നോക്കിയാൽ എന്താണ്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന 5 വസ്തുക്കളേ ഉള്ളൂ. ശബ്ദാദിസത്ത ഇന്ദ്രിയങ്ങളിലാണ്. എവിടെയാണ് ഈ ശബ്ദാദി പ്രപഞ്ചം നിലനിൽക്കുന്നത്? അതിനെ അറിയുന്ന ഇന്ദ്രിയങ്ങളിൽ. ശബ്ദാദിസത്ത ഇന്ദ്രിയവൃത്തി ഭാസ്യാം. ഇന്ദ്രിയങ്ങൾ അതിനെ പ്രകാശിപ്പിച്ചാലേ നമുക്ക് ഈ പ്രപഞ്ചം ഉണ്ടെന്നുള്ള അനുഭവമുള്ളൂ. ഏതിന്ദ്രിയം ആബ്സെൻ്റ് ആണോ അയാൾക്ക് ആ വിഷയമില്ല. 5 ഇന്ദ്രിയം ഇല്ലേ, ഈ പ്രപഞ്ചാനുഭവം ഇല്ല. അപ്പോൾ പ്രപഞ്ചാനുഭവങ്ങളും പ്രപഞ്ചാനുഭവങ്ങളും മുഴുവനും ദൃശ്യവും ഈ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ ദ്രഷ്ടാവും അഥവാ കാഴ്ചക്കാരൻ.
അടുത്ത സ്റ്റേജിലോ ഈ ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ വരുമ്പോഴോ കണ്ണിന് കാഴ്ച കുറഞ്ഞു കൂടി, കാതിന് കാഴ്ച കേൾവി കുറഞ്ഞു കൂടി, ഇല്ലാണ്ടായി. അത് ഇന്ദ്രിയങ്ങളാണ് അറിയണത്. ദർശനത്തെ സംബന്ധിച്ച് നിയമം എന്താ? ദ്രഷ്ടാവിന് ദൃശ്യത്തെ അറിയാൻ കഴിയും, ദൃശ്യങ്ങൾക്കൊരിക്കലും ദ്രഷ്ടാവിനെ അറിയാൻ കഴിയില്ല. ദ്രഷ്ടാവും ദൃശ്യവും ഭിന്നമായിരിക്കണം. ശരിയല്ലേ? സിയർ എലോൺ സീസ് ദ സീൻ, സീൻ ക്യാൻ നെവർ സീസ് ദ സിയർ എന്നാണ്. ഇതാണ് റൂൾ. ഒക്കെ സയൻറ്റിഫിക്കാണ്, വളരെ ലോജിക്കലാണ് അല്ലേ? ദ്രഷ്ടാവിന് അറിയുന്ന ആൾ, ദ്രഷ്ടാവ് കാഴ്ചക്കാരൻ, അയാൾക്ക് ദൃശ്യങ്ങളെ അറിയാം. ഉദാഹരണം, രൂപം, ദൃശ്യം, ലോചനം, ദൃക്ക്. ഭഗവത്പാദരുടെ ഒരു കൃതിയുണ്ട്, ദൃക് ദൃശ്യ വിവേകം. അത് വളരെ വിശേഷപ്പെട്ട പഠിക്കേണ്ട ഗ്രന്ഥമാണ്. അപ്പോൾ ഈ രൂപങ്ങളെല്ലാം ദൃശ്യമാണ്. അതിൻ്റെ ദ്രഷ്ടാവാര? ദൃക്, കണ്ണ്. രൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം, ശബ്ദത്തെ സംബന്ധിച്ചിടത്തോളം കാത്. ഇങ്ങനെ 5 ശബ്ദാദി വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 ഇന്ദ്രിയങ്ങൾ അല്ലേ? അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ദ്രഷ്ടാവും അതൊക്കെ ദൃശ്യവുമാണ്. ആ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ അറിയാൻ പറ്റുള്ളൂ. ആ വിഷയങ്ങൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അറിയാൻ പറ്റുമോ? കണ്ണുകൊണ്ട് രൂപത്തെ അറിയാം, ആ രൂപത്തിന് കണ്ണിനെ അറിയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചക്കുറവും കൂടുതലും, കണ്ണിന് കാഴ്ചയില്ലാണ്ടായി, എൻ്റെ ഒരു കണ്ണ് പോയി, ഇനി ഒരു കണ്ണേ ഉള്ളൂ, എനിക്ക് കാത് പൊട്ടിപ്പോയി, കാതിന് കേൾവിയില്ല. ഇതൊക്കെ കാതോ അറിയണത്, കണ്ണോ അറിയണത്? അതോ അതിനെ അറിയുന്ന ആൾ അതിൻ്റെ പുറകിലാവണ്ടേ? അതിന് വ്യത്യസ്തനായവരൊക്കെയല്ലേ അതിനറിയാൻ പറ്റുള്ളൂ. ദ്രഷ്ടാവും ദൃശ്യവും ഒരേ സമയത്ത് ഒന്നാവാൻ പറ്റില്ലല്ലോ. സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ സമയത്ത് ഒന്നാവാൻ പറ്റില്ലല്ലോ. ശരിയോ? അതുകൊണ്ട് പറഞ്ഞു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ്. ബാഹ്യപ്രപഞ്ചം മുഴുവനും ഇന്ദ്രിയങ്ങളുണ്ടെങ്കിലേ നിനക്ക് അനുഭവമുള്ളൂ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കാഴ്ചക്കാരൻ, ദ്രഷ്ടാവും, ഈ ബാഹ്യപ്രപഞ്ചം ദൃശ്യവും. അടുത്ത സ്റ്റേജിലോ ഈ പ്രപഞ്ചത്തെ അറിഞ്ഞ ഇന്ദ്രിയങ്ങളും അദൃശ്യമാവുന്നു മനസ്സിന്. മനസ്സാണ് കാഴ്ചക്കാരൻ, ദ്രഷ്ടാവ്. കണ്ണിനു കണ്ണ്, മനസ്സ്. ഇനി മറ്റൊരു രീതിയിൽ നോക്കിയാലും, കണ്ണ് തുറന്നിരുന്നാലും മനസ്സ് എവിടെയെങ്കിലും ആലോചിച്ചിരിക്കണമെങ്കിൽ മുമ്പിൽ ആരെങ്കിലും വന്ന് നിന്നാൽ കാണുമോ? ആരെങ്കിലും വിളിച്ചാൽ കേൾക്കുമോ? തൊട്ടാൽ പോലും അറിയില്ല. കാരണം മനസ്സിന്ദ്രിയങ്ങളോട് ചേർന്നാലേ ഈ വിഷയഗ്രഹണം സാധ്യമാവുള്ളൂ. അപ്പോൾ ബാഹ്യപ്രപഞ്ചം ദൃശ്യം, ഇന്ദ്രിയങ്ങൾ അതിൻ്റെ ദ്രഷ്ടാവ്. ഇന്ദ്രിയങ്ങളും പ്രപഞ്ചവും ദൃശ്യം, മനസ്സ് ദ്രഷ്ടാവ്. മനസ്സിൻ്റെ തലത്തെത്തുമ്പോൾ ബാക്കി മനസ്സിന് ദൃശ്യമാണ് മറ്റെല്ലാം, മനസ്സാണ് കാഴ്ചക്കാരൻ. ഇനി മനസ്സിനെയും കാണാൻ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഗുരു പറയണു, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ. മനസ്സിനെയും കാണുന്ന, മനസ്സിനെയും അറിയുന്ന ഒരു പൊരുളുണ്ട് അതിൻ്റെ അപ്പുറത്ത്. മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ് എന്ന് പറഞ്ഞാൽ വൃത്തയോ മന. രമണ മഹർഷി പറയണു, വൃത്തികൾ, ചിന്തകളാണ് മനസ്സിനെ സൃഷ്ടിക്കുന്നത്. ഈ ചിന്തകൾ ഇങ്ങനെ പൊന്തി മറയുമ്പോൾ ആ ചിന്തകളെ ആരാണ് അറിയുന്നത്, ബോധിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത്? പറയണു ഒരു പൊരുളുണ്ട്. ആ ചിന്തകൾ വരണതും പോണതും, നല്ല ചിന്ത വരണു, ചീത്ത ചിന്ത വരണു, ചിന്തകൾ എന്തോ ആവട്ടെ, പൂർവ്വസംസ്കാരം കൊണ്ടാണ്. പക്ഷേ ആ ചിന്തകളുടെ സ്വഭാവങ്ങളെ, കാമം, ക്രോധം, ലോഭം, മോഹം എന്തോ ആവട്ടെ, ഇതിനൊക്കെ അപ്പുറത്തുനിന്ന് കാണുന്നത്, പ്രകാശിപ്പിക്കുന്നത് ബോധമാണ്, പൊരുളാണ്. ആ പൊരുളിനെയാണ് ബോധം, ചൈതന്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മനമാകുന്ന കണ്ണ് അതിനും കണ്ണായിരിക്കുന്ന പൊരുൾ. ആ പൊരുളാണ് കുഞ്ഞേ നീ, താൻ. ആ പൊരുൾ താൻ. ഇതുവരെ താൻ തന്നെ അങ്ങനെയാണോ ധരിച്ചത് എന്ന് ചോദിക്കുക. എന്ത്? കണ്ണ് ആർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്. ഈ ബാഹ്യപ്രപഞ്ചം മുഴുവനും ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടുന്നു. ഇന്ദ്രിയങ്ങളിലാണ് അതിൻ്റെ നിലനിൽപ്പ്. ഇന്ദ്രിയങ്ങളാണ് അതിനെ കാണുന്ന കാഴ്ചക്കാരൻ, ദ്രഷ്ടാവ്. അതൊക്കെ ദൃശ്യമായി ഒറ്റടിക്ക്. അടുത്ത സ്റ്റേജിലോ ഇന്ദ്രിയങ്ങളും പ്രപഞ്ചവും ദൃശ്യമായി മനസ്സിന്. അടുത്ത സ്റ്റേജിലോ മനസ്സും മനസ്സിലെ വികാരങ്ങളും എൻ്റയർ മെൻറ്റേഷൻ ബിക്കം സീൻ ഓർ നോൺ ടു ദ കോൺഷ്യസ്നസ്. ശരിയോ? ബോധത്തിന് മനസ്സിലെ വിചാരങ്ങൾ, കാമോ, ക്രോധോ, ലോഭോ, മോഹോ, മതോ, മത്സര്യോ, സുഖോ, ദുഃഖോ എന്തു ആവട്ടെ, ഇതിനൊക്കെ അറിയുന്നില്ലേ? അതിനൊക്കെ അറിയുന്ന ആ അറിവ്, ആ പൊരുൾ, ബോധം, ചൈതന്യം, ആത്മാ എന്നൊക്കെ പല പേര് പറയുന്നതിന്, മനസ്സിലായോ? ആ മനമാകുന്ന കണ്ണ് അതിനും കണ്ണായിരിക്കുന്ന പൊരുളാണ് വാസ്തവത്തിൽ ആര്? നീ കുഞ്ഞേ, അല്ലാതെ നീ അറിയപ്പെട്ടതൊന്നും അല്ലാന്ന്. തത്വമസി, തത് ത്വമസി. ഏത്? ആ മനസ്സിനെയും അറിയുന്ന, മനസ്സിൻ്റെയും പുറകിലിരുന്ന് അതിനെ പ്രകാശിപ്പിക്കുന്ന ആ പൊരുൾ ആകുന്നു നീ. താൻ എന്ന് പറഞ്ഞാൽ നീ.
മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താൻ എന്ന് കേട്ടാൽ പോരാ, ജസ്റ്റ് ഇൻഫോർമേഷൻ പാസ് ചെയ്താൽ പോരാ. ആ പൊരുൾ താനെന്ന് ഉറയ്ക്കണം. അതാണ് ബ്രഹ്മനിഷ്ഠ. ആ പൊരുൾ താനെന്ന് ഉറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമ. അതാ പൊരുളിൽ ഉറച്ചാലോ പരമാനന്ദായി. അതുതന്നെ മോക്ഷം. നോക്കൂ, ഇത് വളരെ വിചാരം ചെയ്യേണ്ട വിഷയം. ഇതൊന്ന് മാത്രം, ഈ ശ്ലോകം മാത്രം വിചാരം ചെയ്താൽ മതി മുക്തിക്ക്. എന്താണ് ബന്ധം എന്ന് പറഞ്ഞു? താനല്ലാത്തതിനൊക്കെ താനാണെന്ന് ധരിച്ചിരിക്കുക, അതാണ് ബന്ധം. ഇനിയോ എന്താ മോക്ഷം? താനല്ലാത്തതിനെ താനല്ലെന്നറിഞ്ഞു വിടുക, തന്നെ താനായിട്ട് അറിയുക, എന്നിട്ട് അതിൽ ഉറച്ചിരിക്കുക ആ അറിവിൽ. ചിന്തിക്കൂ, ഈ ബാഹ്യപ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നത് നമ്മൾ ഇല്ലേ? നമ്മൾ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ കണ്ണിൻ്റെയും കാതിൻ്റെയും ധർമ്മം, കഴിവ് കുറവും കൂടുതലൊക്കെ അറിയുന്നില്ലേ? ആർ യു നോട്ട് കോൺഷ്യസ് ഓഫ്? അല്ലേ? അറിയുന്നില്ലേ? ബോധിക്കുന്നില്ലേ? ഇനി മനസ്സിന് സുഖമാണ്, ദുഃഖമാണ്, സമാധാനമാണ്, സങ്കടമാണ്, ഇതറിയുന്നില്ലേ? നീയല്ലേ അറിയണേ? അപ്പോൾ മനസ്സിനെയും മനസ്സിലെ എന്തൊക്കെ സംഭവിക്കേണ്ടോ അതിനെയൊക്കെ അറിയുന്നു നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ അർത്ഥം നാം മനസ്സല്ലെന്നല്ലേ? നാം മനസ്സിൻ്റെ അപ്പത്തിരുന്ന് മനസ്സിനെയും അറിയുന്ന ആ പൊരുളാണ്. ഗുരുനാഥൻ പറഞ്ഞ ആ അറിവാണ്, ആ ബോധസത്തയാണെന്നല്ലേ അർത്ഥം. പക്ഷെ അത് ബോധിക്കാതെയല്ലേ നാളിതുവരെ നമ്മൾ ജീവിച്ചത്? ഈ സത്യത്തെ മറന്നിട്ട് ഈ ബോധത്താൽ ബോധിച്ച, ഈ പൊരുളിനാൽ അറിയപ്പെട്ട ആ മനസ്സിൽ കയറി കുടുങ്ങി മനസ്സുമായി താതാത്മ്യം പ്രാപിച്ച് ഞാൻ സുഖി, ഞാൻ ദുഃഖി, ഞാൻ അങ്ങനെ, ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് ആകെ വൈക്ലഭ്യം വരിക, ആകെ മൂഡ് ഇല്ലാണ്ടാവുക, ആകെ വിഷണ്ണനാവുക, അല്ലേ? ആകെ ആത്മവിശ്വാസം നഷ്ടപ്പെടുക, ആകപ്പാട മനുഷ്യൻ തളർന്നു പോകണു. ശരിയോ? എല്ലാ തകർച്ചയും തളർച്ചയും ഈ ചിന്തയോട്, മനസ്സിനോട് ചേർന്നതല്ലേ കാരണം? അതുമായിട്ടുള്ള താതാത്മ്യമല്ലേ കാരണം? ഗുരുനാഥൻ എന്താ പറഞ്ഞേ? മനസ്സിനെയും കാണുന്ന കാഴ്ചക്കാരനാണ്, മനസ്സിനെയും അറിയുന്ന, ചിന്തകളെയും അറിയുന്ന പൊരുളാണ് നീ. അതാണ് സത്യം. നീ ഇതൊന്നുമല്ല. മനസ്സോ മനസ്സിലെ ചിന്തകളോ വിചാരവികാരങ്ങളോ അല്ല നീ. പിന്നാരാ? ആ മനസ്സിനെയും കാണുന്നവൻ. സുഖം എവിടെയാ? ദുഃഖം എവിടെയാ? സങ്കടം എവിടെയാ? സന്താപം എവിടെയാ? ഭയം എവിടെയാ? ടെൻഷൻ എവിടെയാ? വറി എവിടെയാ? എവിടെയാ? ഇതൊക്കെ തോട്ട്സാ, മനസ്സിലല്ലേ? ആണോ അല്ലയോ? എനിക്ക് പേടിയാവണു. എവിടെയാ പേടിയെന്ന് കാണിച്ചാൽ? മനസ്സിലെ ചിന്തയാ. അറിയണ്ടോ നിനക്ക് പേടിയാവണമെന്ന്? നീ അറിയണ്ടോ? നിനക്ക് പേടിയാവണമെന്ന് നീ അറിയണില്ലേ? നിനക്കല്ല അപ്പം പേടി, നീ ആ അറിവാ. പേടിയെ അറിഞ്ഞ അറിവാണ് നീ. നിനക്ക് പേടിയില്ല. മനസ്സിലായോ? അറിഞ്ഞവനെ അറിയ. മനസ്സിലായോ? അറിഞ്ഞവനാകുന്നു നീ. മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ. ഇത് ധ്യാനത്തിൻ്റെ രഹസ്യമാണ് സജ്ജനങ്ങളെ. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ധ്യാനത്തിൽ മനസ്സോടണോ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. മനസ്സാണോ അതോടും. മനസ്സിലായോ? ഒരു ശിഷ്യൻ ഗുരുവിൽ നിന്ന് ഉപദേശമൊക്കെ മേടിച്ച് പോയി. കുറേക്കാലം ധ്യാനമൊക്കെ ചെയ്യാൻ പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഗുരുനാഥൻ വേഗം വന്നു. അധികം ദിവസം കഴിഞ്ഞില്ല. എന്താടാ അപ്പം എങ്ങനെയുണ്ട് നിൻ്റെ സാധനയുടെ പുരോഗതി? ഒന്നും പറയണ്ട ഗുരുനാഥ, എൻ്റെ മനസ്സ് നിന്നിട്ട് വേണ്ടേ? മനസ്സ് ഇങ്ങനെ ഓടുക, അതുകൊണ്ടോ ഞാനതൊക്കെ ഉപേക്ഷിച്ചു. ഗുരുനാഥൻ എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം തരൂ, എൻ്റെ തലയിലൊന്ന് കൈവയ്ക്കൂ. എന്തിന്? എൻ്റെ മനസ്സ് ഓടാണ്ടിരിക്കാനേ. എടാ ബുദ്ധു, എൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് ഞാൻ മണ്ടയ്ക്കൊരു പൂശ തരും, ഒരു അടിയ തരുമോ പറഞ്ഞു. എന്നിട്ട് അവിടെ വിളിച്ചിരുത്തി. എന്താ നീ പറഞ്ഞത്? ആവർത്തിക്ക്. എൻ്റെ മനസ്സ് ഓടണം എന്ന്. ഒന്നുകൂടി പറയേ. എൻ്റെ മനസ്സ് ഓടുന്നു. ആരുടെ മനസ്സ്? എൻ്റെ മനസ്സ്. നീ മനസ്സാണോ? നീയാണോ ഓടണേ അതോ നിൻ്റെ മനസ്സ് ഓടണേ? എൻ്റെ പശു ഓടണു, എൻ്റെ പട്ടി അയച്ചിട്ട് ഓടണു, അതിലൊക്കത്തേക്ക് ഓടിപ്പോണു എന്ന് നീ പറയണമാതിരിയല്ലേ നിൻ്റെ മനസ്സ് ഓടണത്? നീയാണോ മനസ്സ് അതോ നിൻ്റെ മനസ്സാണോ ഓടണത്? അയാൾ ആലോചിച്ചില്ല അതുവരെ ശിഷ്യൻ. എൻ്റെ പശു ഓടണ പോലെ, എൻ്റെ നായ ഓടണ പോലെ എൻ്റെ മനസ്സോടണു. മനസ്സോടട്ടെ, നീ എന്തിനാ അതിൻ്റെ പിന്നാലെ ഓടണേ? യു സ്റ്റാൻഡ് എപ്പാർ, ലെറ്റ് ദ മൈൻഡ് റൺസ്. മനസ്സിലായോ? ഗുരു പറയാ, യു ആർ നോട്ട് ദ മൈൻഡ്, യു ആർ ദ വൺ ഹു ഈസ് വാച്ചിങ് ദ മൈൻഡ്. Isn't it?